നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണല്ലേ. നമുക്കൊരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുക, അതുപോലെ ഒരു വീടെടുക്കുക, ഒരു കാർ വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം അന്വേഷിച്ചും ആലോചിച്ചും കുറേ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക റിസർച്ചുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത്. നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് അല്ലേ. കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊരു മെഡിസിൻ ഒരു അസുഖം വന്നു, അതിൻ്റെ മെഡിസിൻ കഴിക്കുവാണ്, അല്ലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുകയാണെങ്കിലും, ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ അത്രയും തോളം റിസർച്ച് ചെയ്തിട്ടോ അന്വേഷിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ആണോ അത് ചെയ്യുന്നത്? പക്ഷെ നമ്മൾ ഈ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുന്നതും അതുപോലെ കാറ് വാങ്ങുന്നതും വീട് വാങ്ങുന്നതും അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പല പല മിസ്ലീഡിങ് ആയ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും നമ്മളത് എന്നും കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടേതായ ഭാഗത്ത് നമ്മൾ റിസർച്ച് ചെയ്തിട്ടായാലും ആലോചിച്ചിട്ടായാലും അന്വേഷിച്ചിട്ടായാലും അതിൻ്റെ എന്താണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. പലയിടത്തും കേട്ടിട്ടുണ്ട് 1 മന്ത് കൊണ്ട് 10 kg കുറക്കാം, 2 മന്ത് കൊണ്ട് 20 kg കുറക്കാം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അതിന് നമുക്ക് വല്ലാത്ത പ്രോബ്ലംസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും.